ഇത് ഒറിജിനൽ ബെൽജിയൻ ഡയമണ്ടാ. 1.5 വരും. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് അല്ല, കുറച്ചുകൂടി സ്ലീക്ക് ആയിട്ട് അത് മതി. സാറിന്റെ വൈഫിനാണോ? ഇത്രയും വിലയുള്ളതോ? ബുദ്ധിയുള്ള ഭർത്താക്കന്മാര് സാധാരണ മാലയും വളയൊക്കെ വൈഫിന്റെ ഇങ്ങോട്ടല്ലേ മേടിക്കാറ്. പണയം വെക്കാൻ ഇതേ ഗേൾഫ്രണ്ടിനാ. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ഞാനന്ന് ആ ചാനൽ ഇന്റർവ്യൂ. അന്ന് തന്ന ആ അരിയും ഗിഫ്റ്റൊക്കെ ഇപ്പോഴും കയ്യിലുണ്ട്. അന്ന് പറഞ്ഞു ജീവിതം നൂൽപ്പാലാണെന്നൊക്കെ. ജീവിത പ്രശ്നങ്ങളൊക്കെ മാറിയോ? ആ, മാറി വരുന്നു. എന്തായാലും അന്നത്തെ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, ആക്ച്വലി എന്ത് ചെയ്യാ? ഞാൻ ചില മോശം പിന്നെ സ്കൂൾ മാഷ അവൻ ട്രൈ ചെയ്യ. ഏട്ടാ, ആ പാറ്റേൺ നോക്കി. ഞാൻ എന്റെ ബ്രദറിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഒരു മിനിറ്റ് പോരുന്നേ. ഏട്ടാ, ആള് മനസ്സിലായില്ലേ? ഞാൻ അന്നൊരു കക്ഷിയുടെ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ടോൾസ്റ്റോയുടെ കൊട്ടേഷൻ ഒക്കെ പറഞ്ഞ്. ഓർമ്മയില്ല, ഒരുപാട് പേരെ കാണുന്നല്ലേ. പക്ഷെ എനിക്കറിയാം, സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ ജോസഫ് സർ മുമ്പ് ട്രാഫിക്കിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈസ്റ്റ് സർക്കിളിലെ CI. നാട്ടുകാർക്കൊക്കെ സാറിനെ കുറിച്ച് സംസാരിക്കാൻ 100 നാവാ. നാട്ടുകാരെ കൊണ്ട് തോറ്റു. ഞാനൊരു സത്യം പറഞ്ഞ പുകഴത്തിലാണെന്ന് വിചാരിക്കില്ല. സാറിന് നസീറിന്റെ അതേ കട്ട. പഴയ സിനിമാ നടൻ പ്രേം നസീർ. പലരും പറയാറുണ്ട്. എന്നാ പിന്നെ സാറിന്റെ പർച്ചേസ് നടക്കട്ടെ, ഞാനങ്ങോട്ട്. May I come in, sir? Yes. I am Ram Kishan. ഞാനൊരു ഡയമണ്ട് ഡിസൈനറാണ്. ശ്രീലങ്കയിലായിരുന്നു 8 വർഷം. ശ്രീലങ്ക ബേസ് ചെയ്ത് 4 രാജ്യങ്ങൾക്ക് ഞാൻ ഡയമണ്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഞാൻ കേരളത്തിലെത്തിയുള്ളൂ. ബൈ ദ ബൈ, എന്റെ ഡയമണ്ട്സിന്റെ കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം. വേണ്ട, ഞങ്ങൾക്ക് സ്വന്തം ഡിസൈനേഴ്സ് ഉണ്ട്. ഒന്ന് നോക്കണം സാർ. കാണുന്നതിന് ഫീസൊന്നും തരണ്ട, സിസ്റ്റത്തിലിട്ടൊന്ന് കണ്ടു നോക്കണം. ഒരുപാട് ജോലി തിരക്കുള്ള. അറിയാം സാർ, 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. സോറി സാർ, എന്താ സാർ സംഭവിച്ചത്? അറിയില്ല. എന്താണെന്നറിയില്ല സാർ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ ഹാങ് ആയി. അതാ അലാം അടിക്കുന്നത്. എന്തെങ്കിലും മിസ്സിംഗ്? ഡീറ്റെയിൽ ചെക്കിംഗ് കഴിഞ്ഞാലേ അറിയാനോ. സാർ, ഡയമണ്ട് സെക്ഷനിൽ നിന്ന് ഒരു റിംഗ് മോഷണം പോയി. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരു മോഷണം. അതെ, സാറുള്ളപ്പോഴാണ്. ചാനലിൽ വിളിച്ചറിയിച്ചാലോ? പ്ലീസ്, അതൊന്നും വേണ്ട. അതൊക്കെ ഞങ്ങളുടെ ക്രെഡിബിലിറ്റിക്ക് ഡാമേജ് വരുത്തും. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം, സാറിന്റെ പെർമിഷനോട് കൂടി. അത് എന്റെയും കൂടെ ആവശ്യമാണ്. ഡയമണ്ട്സ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സാജൻ ജോസഫ് കണ്ടെത്തിയിരിക്കും. ഡോർ ലോക്ക് ചെയ്തോ. ഓക്കെ സാർ. എല്ലാവരും ലൈൻ അപ്പ് പ്ലീസ്. വേണ്ട, ഇയാൾ എന്റെ ഫ്രണ്ടാ. സാറിന് വിശ്വാസമാണെങ്കിൽ ചെക്ക് ചെയ്യണ്ട. അല്ല, പ്ലീസ് സാർ, അത് അവരുടെ ഡ്യൂട്ടിയാ. പ്ലീസ് ബാഗിൽ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സാർ? തീർച്ചയായിട്ടും കാണണം. അതെ, കാണണം. ഓ, ബൈ. എന്നാ പിന്നെ ഞങ്ങളെ ചെക്ക് ചെയ്തോളൂ. വേണ്ട, സാറിനെ ഞാൻ അറിഞ്ഞൂടെ. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പൊക്കോളൂ സാർ, പ്ലീസ്. ഓക്കെ, താങ്ക് യു. എന്നാലും ഇത്ര ആളുകളുള്ളപ്പോ മോഷണം നടക്കാന്നൊക്കെ വെച്ചാ. ഡയമണ്ട് അവരെ സേഫ് തന്നെ ഉണ്ടാവും. അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ മോഷ്ടിക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവോ? നമസ്കാരം സാർ. താനിതൊരു പോയില്ലേ? പോണെന്ന് കുറെ നേരമായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ഒരു മിനിറ്റ്. എന്നെ ഇത്രയധികം സഹായിച്ച സാറിനോടൊരു നന്ദി പറയാതെ പോയി. ഇത്രയ്ക്ക് ആവശ്യമില്ല. ഉണ്ട് സാർ. സാറിനെ പോലത്തെ ഓഫീസർ എന്റെ ഫ്രണ്ടാണെന്ന് പറയുന്നതിൽ എനിക്ക് എന്നും അഭിമാനമാണ് സാർ. മാത്രമല്ല, സാറ് പോലീസ് സേനയ്ക്ക് തന്നെ ഒരു അന്തസ്സാ. താങ്ക് യു. സുന്ദരനാ. എന്താണെന്നറിയില്ല, എന്നെ പറ്റി എത്ര പൊഴുത്തി പറഞ്ഞു കേട്ടാലും എനിക്ക് മതിയാവില്ല. അതിന്റെ ഒരു വീക്ക്നെസ്സാ. സത്യത്തിൽ ഇപ്പൊ വീക്കായി പോകുന്ന ഞാനാ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ.
ഇഷ്ടമുള്ളവർക്ക് ഞാൻ സ്നേഹം വാരിക്കൂരി കൊടുക്കും. പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ. മതി. വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് വാരിപ്പുണർന്നോട്ടെ പ്ലീസ്. പോയിട്ട് വരാം. താങ്ക് യു. എന്ത് നല്ല മനുഷ്യൻ. എന്നാ നമുക്ക് വർഷയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ആ, ഈ വർഷം കഴിയട്ടെ. കേറ്. നടക്കടാ. അയ്യോ, എന്തു പറ്റി? ഇതെങ്ങനെയാ? എന്താ? ആരാ? എന്താ? കേബിളിന്റെ ആളാ. താനോ? എന്തി? അല്ല, പല സ്ഥലത്തും കേബിൾ മരം വീണ് കട്ടായി കിടക്കുക. മാഡം വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. വേണ്ട വേണ്ട വേണ്ട, ചെല്ല് പെട്ടെന്ന് ചെല്ല്. വായും വെള്ളം ഇല്ലാതെ മാഡം ജീവിക്കും, TV ഇല്ലാതെ പറ്റത്തില്ലേ. ആരാ? ഞങ്ങൾ ഈ കേബിൾ ടിവിയുടെ ആൾക്കാരാ. അയ്യോ, ഞാൻ ഇപ്പൊ വിളിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ. ആണോ? അത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഇതങ്ങനെയാ. കസ്റ്റമർ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് ഞങ്ങളത് മാനത്ത് കാണും. ഓ, വരൂ. ദത്തൻ സാറിന്റെ മോളാ? അല്ല, ഓ സോറി. ഞാൻ വിചാരിച്ചു +2 പഠിക്കുന്ന സാറിന്റെ മോളായിരിക്കും. ഐ ആം റിയലി സോറി. ആ കേബിൾ ശരിയായെന്ന് നോക്കാമോ? നിങ്ങളുടെ ആള് വന്നിട്ടുണ്ട്, നന്നായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ആളോ? അതിനും കേബിളിലല്ല, പോസ്റ്റിലായിരുന്നു കംപ്ലൈന്റ്. അത് നന്നാക്കിയിട്ടുണ്ട്, അത് പറയാൻ വന്നതാ. MLA ഇങ്ങനെ ആലോചിക്കാതെ ആ സേതുരാമനും ടീമിനെയൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കേ. ഒക്കെ ചോദിച്ചോ. സിറ്റിയിലെ എല്ലാ ടീമിനെയും വിളിച്ച് ചോദിച്ചു. അവരെ വളർത്തി എന്റെ വീട്ടിൽ തന്നെ അവരങ്ങനെ കേറില്ല. മനഃപൂർവ്വമായിട്ട് ഇനി ആരെങ്കിലും ഏയ്, ഇതിപ്പോ ആരോ ഒരുത്തൻ വീട് തെറ്റി കയറിയതായിരിക്കും. അല്ല, ആ പെൻഡ്രൈവിലും ലാപ്ടോപ്പിലും ഒക്കെ എന്തായിരുന്നു? അതൊന്നും ഇപ്പൊ താൻ അറിയണ്ട. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് VIPസിന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കരുതെന്ന്. ഇടാ, അവര് കേസിന് പോകില്ലേ? എവിടെ കയറി കക്കോന്ന് പറയ്. ഇടാ, അന്നത്തെ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാത്ത പാവപ്പെട്ടവന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കണം. അവരാവുമ്പോ കേസിനും വക്കാണത്തിനൊന്നും പോകില്ല. എന്ത് പറയുന്നു നിന്റെ അഭിപ്രായം? അല്ല, എന്റെ ഒരു അഭിപ്രായം ദത്തൻ സാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ അല്ലേ? അതെ. കേട്ട് പഠിക്കടാ. ബാക്കി പറ. അല്ല, അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മളൊക്കെ അകത്താ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. Correct.